നാളെ നമ്മൾ 1000 ദിനത്തിലേക്ക് കടക്കുകയാണ്, 1000 മില്യനത്തിലേക്ക് കടക്കുകയാണ്. ഇതൊരു വലിയൊരു അനുഭവമാണ്. ഇന്ന് വളരെ ഭാഗ്യം സിദ്ധിച്ച ഒരു മനുഷ്യൻ ഡോക്ടറാണ്, നമ്മുടെ പി കെ രാജൻ ഡോക്ടറാണ്. ഇന്നത്തെ ദിവസം ഡോക്ടറിന് നമുക്ക് നമ്മുടെ ഈ വേദിയിലേക്ക് കടന്നു വന്ന് ഇന്ന് ക്ലാസ് എടുക്കാനായിട്ട് കഴിയുക. അതൊരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നുണ്ട്. കാരണം എന്ന് വെച്ച് പറഞ്ഞാൽ 1000 തൊടുന്നതിന് മുൻപ് ഡോക്ടർ രാജൻ സാറ് ഇതിനടുത്ത് വരുന്നു. കെ രാജൻ സാറ് ചീഫ് മെഡിക്കൽ ഓഫീസറായിരുന്നു. നമ്മുടെ ക്ലാസ്സിൽ വളരെയേറെ ക്ലാസ്സുകൾ സാറ് ഇതിനു മുമ്പ് എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ പറയുന്നതെന്ന് പറഞ്ഞാൽ റെയർ മെഡിസിൻ്റെ രാജാവെന്നാണ് ഡോക്ടറെ കുറിച്ച് പറയുന്നത്. രാജകുമാരൻ. ധാരാളം റെയർ മെഡിസിൻസ് ഈ വേദിയിൽ പരിചയപ്പെടുത്തിയിട്ടുള്ള ഡോക്ടറാണ്. നമുക്കൊരു നിമിഷം പ്രാർത്ഥനയിലേക്ക് പോകാം. നന്ദി. സാറ് റിട്ടയർഡ് ചീഫ് മെഡിക്കൽ ഓഫീസറായിട്ട് നമ്മുടെ കേരളത്തിലെ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്തിരുന്നു. കൂടാതെ 43 വർഷത്തെ ചികിത്സാനുഭവങ്ങളാണ് ഡോക്ടർക്കുള്ളത്. ഓരോ ഡോക്ടേഴ്സും ഓരോ രീതിയിലാണ്. ചില ഡോക്ടേഴ്സ് അതിൽ തന്നെ ഗവേഷണം നടത്തും, ധാരാളം ഗവേഷണങ്ങൾ നടത്തുക. ചിലവർ ജനറലായിട്ടുള്ള മെഡിസിൻസ് ആയിരിക്കും ചിലപ്പോൾ ഉപയോഗിക്കുക. സാറിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, കേട്ടിട്ടില്ലാത്ത ധാരാളം മരുന്നുകളാണ് ഡോക്ടർ പറയുന്നത്. അതായത് ഈ ശാഖയെന്ന് പറഞ്ഞാൽ, ഹോമിയോപ്പതി എന്ന് പറയുന്ന ശാഖയെന്ന് പറയുന്നത് അങ്ങ് വളർന്ന് വിപുലമായിട്ട് കിടക്കുകയാണ്. എങ്ങോട്ട് വേണമെങ്കിലും തിരിഞ്ഞ് ചികിത്സിക്കാൻ പറ്റുന്ന, ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള ശൈലിയിൽ ചികിത്സിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഭയങ്കര ഒരു വൈദ്യശാസ്ത്രമാണ്. സാറിനെ തുടരാം. ഡോക്ടർ ഫിൽബർട്ട് പറഞ്ഞ പോലെ എന്തുകൊണ്ടും ഈ ദിനം എനിക്ക് കിട്ടിയതൊരു ഭാഗ്യമായിട്ട് തന്നെയാണ് വരുന്നത്. എൻ്റെ സുഹൃത്ത് ഡോക്ടർ നസറുള്ളക്ക് കിട്ടേണ്ട ഒരു ഭാഗ്യമായിരുന്നു. അദ്ദേഹത്തെ ഏതായാലും കുഴപ്പമില്ല, നസറുള്ള ഇപ്പോൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണല്ലോ. നമ്മൾ കാത്തിരുന്ന നിമിഷം വരുവാൻ കേവലം ഒരു ദിനം മാത്രം. ഈ 1000 ദിനങ്ങൾ ഇത് നടത്തിക്കൊണ്ടുപോകാൻ രാപ്പകൽ ഉറക്കമില്ലാതെ പ്രവർത്തിച്ചവരെ കുറിച്ചാണ് ഞാൻ ആദ്യം ആലോചിക്കുന്നത്. പ്രത്യേകിച്ച് ഡോക്ടർ ധനേഷ്, ഡോക്ടർ മനേജ്, എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നില്ല, എങ്കിലും ഓർമ്മയിൽ നിന്ന് വരുന്ന പേരുകൾ മാത്രം പറയാം. അവരുടെ ക്ഷീണം, പ്രത്യേകിച്ച് ധനേഷ് ഡോക്ടറെ പേരെടുത്ത് തന്നെ ഞാൻ പറയുകയാണ്. കാരണം ഇന്ന് സാധാരണ പുള്ളി എന്നെ രാവിലെ ഉറക്കത്തിൽ നിന്നാണ് വിളിക്കാറുള്ളത്. ഇന്ന് പതിവ് തെറ്റിച്ച് ഉച്ചയ്ക്ക് ഉറക്കത്തിൽ നിന്നാണ് എഴുന്നേൽപ്പിച്ചത്, 2:30. സ്വാഭാവികമായിട്ടും അതിൻ്റെതായ ചില കുറവുകൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉണ്ടാവും. യഥാർത്ഥം ക്ഷമിക്കുക. സാധാരണ പ്രഗത്ഭരായ വ്യക്തികളുടെ ക്ലാസ്സുകൾ കേട്ട് താമസിച്ച ആൾക്കാരാണ് ഇതിലുള്ളത്. അപ്പൊ അതിന് പേരെടുത്ത് ഞാൻ പ്രത്യേകിച്ച് പറയാം, 2 പേര് പറയാം. ഡോക്ടർ ഭാഗ്യലക്ഷ്മി, ശാന്താചന്ദ്രൻ, അമ്പാടി ഡോക്ടർ, ചന്ദ്രമതി ഡോക്ടർ, പിന്നെ എൻ്റെ സുഹൃത്തുക്കളായ ഡോക്ടർ പ്രസാദ്, അൻസാർ, നസറുള്ള, അങ്ങനെ അനവധി പേരുണ്ട്. ആരെങ്കിലും പേര് ക്ഷമിക്കുക. അവരുടെ 7 അയൽവക്കത്ത് പോലും എത്താനുള്ള ഒരു കപ്പാസിറ്റി എനിക്കില്ല എന്നുള്ള അറിഞ്ഞോടുകൂടി തന്നെ ഞാൻ ധനേഷ് ആദ്യമേ പറഞ്ഞപ്പോൾ തന്നെ ക്ലാസ് തുടങ്ങിയത്. കാരണം യുവ ഫീൽഡിലൊന്നും ഒട്ടും പരിചയമില്ലാത്ത ഒരാളായിരുന്നു. എങ്കിലും ഒരു 10-13 ക്ലാസ്സുകൾ ഞാൻ എടുത്തു. ഏകദേശം ഒരു 100-300ഓളം മരുന്നുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അതുവരെ എനിക്ക് തോന്നുന്നത് അതൊക്കെ ഇനി റിവിഷൻ ആവശ്യം വരുന്നതാണ്. കാരണം എന്നോട് ചോദിച്ചാൽ പോലും എനിക്കത് പറയാൻ പറ്റില്ല. കാരണം അത്രയധികം ഒരു ലിസ്റ്റായിലുണ്ട്. അപ്പോൾ ഇടയ്ക്ക് റിവിഷനും കൂടി വേണ്ടി വരും. ഞാൻ റെയർ മെഡിസിൻ മാത്രം ഉപയോഗിക്കുന്ന ആളല്ല, അതുകൊണ്ടും പറയാം. നമുക്ക് ഏത് മരുന്ന് വേണമെങ്കിലും ഉപയോഗിക്കാം. അത് പ്രത്യേകിച്ച് ഈ ഹോമിയോപ്പതി എന്ന് പറഞ്ഞൊരു ആർട്ട് ആൻഡ് സയൻസാണ്. ഈ ആർട്ടിസ്റ്റുകളും സയന്റിസ്റ്റുകളും നമ്മുടെ നാട്ടിൽ വളരെ കുറവാണ്. നമ്മുടെ ഹോമിയോപ്പതി ഡോക്ടർമാരും അത് കുറവാണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പൊ അവർക്കും ഇത് പ്രാക്ടീസ് ചെയ്യണം. ആർട്ട് ആൻഡ് സയൻസ് പോലെ നമുക്ക് ക്ലാസിക്കലായിട്ട് ചെയ്യാവുന്നവർക്ക് ആ വഴി വളരെ തിരഞ്ഞെടുക്കണം, അതാണ് ചെയ്യേണ്ടത്. പക്ഷെ അതിന് കപ്പാസിറ്റി ഇല്ലാത്തവരാണ് ഭൂരിപക്ഷം എന്നാണ് എൻ്റെ ഒരു അനുഭവം, എൻ്റെ ഒരു ഇത്. കാരണം ഞാൻ ഇഷ്ടംപോലെ ഇന്ത്യനിസ്റ്റിനും ടീച്ചറിന്റെ പോലെ ജൂനിയർ ഡോക്ടർമാരൊക്കെ ഇരുത്തിയിട്ടുള്ള ആളാണ്. അപ്പൊ അവർക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി ചിലപ്പോൾ ഈ തന്ത്രങ്ങളൊക്കെ നമുക്ക് പ്രയോഗിക്കേണ്ടി വരും. എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കുക എന്നുള്ളൊരു ഏത് മരുന്നിനെ കുറിച്ചും അറിയാൻ നമ്മൾ ചെയ്യേണ്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഈ സെക്ഷനിലേക്ക് മാത്രം
തെരഞ്ഞെടുത്തു എന്നുള്ള നമുക്ക് ക്ലാസ് തുടങ്ങാം. ഏതായാലും സമയം കുറവായതിന്റെ പേരിൽ വളരെ കുറച്ച് മരുന്ന് പറയുന്നുള്ളൂ. ഞാനൊരു ലിസ്റ്റ് കൊടുത്തണ്ട സ്പെല്ലിങ്ങിൽ പറയാൻ ഒരു കിട്ടണ്ടോ എന്ന് അറിഞ്ഞില്ല. ഗണേഷിന് ഫോർവേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്പെല്ലിങ് പറയാതിരിക്കാൻ വേണ്ടി ഒരു എളുപ്പവഴി ഒരു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഷെയർ ചെയ്യാമോ? സ്ക്രീൻ ഷെയറിംഗ് ഹക്കീം ഷെയർ ചെയ്യാം. ഹക്കീം ഇപ്പൊ അത് ലൈൻ വഴിക്ക് വരുന്നില്ല. ഞാൻ ആദ്യം ഹലോ, എന്താണ് ആ സ്ക്രീൻ ഷെയർ ചെയ്യാനായിട്ട് കൊടുത്തിരുന്ന ആ ഫയല് ഞാൻ സ്ക്രീൻ ഓക്കെ ഞാൻ ചെയ്യാം. ഹലോ, ഇതാണോ? ഇതാണോ? അതെ, അത് തന്നെ. ചെറുതായി കാണുന്നത് മാത്രമേ ഉള്ളൂ. വളരെ ചെറുപ്പമാണ്. നോക്കിയെടുക്കാം. ഒത്തിരി വലുതാക്കാൻ പറ്റുമോ? മാഗ്നിഫൈ ചെയ്യാൻ പറ്റുമോ? വലുതാ. കുറച്ചുകൂടെ. 72 വയസ്സൊക്കെ കഴിഞ്ഞവരാണ്. മോനെ കുറച്ചുകൂടെ വലുതാക്കിയോ? യെസ്, നമുക്കൊരു വെൽക്കം ഡ്രിങ്കോടുകൂടി തുടങ്ങാം. കാരണം നമ്മൾ എവിടെ ചെന്നാലും വെൽക്കം ഡ്രിങ്കിൽ കേൾക്കുന്ന ഒരു സംഭവമാണ് കസ്കസ്. അതിന്റെ ഏത് വെൽക്കം ഡ്രിങ്കിനോട് കൂടി ചേർത്ത് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന അതിന്റെ ഔഷധങ്ങളെ കുറിച്ച് നമ്മൾ ബോധന്മാരെല്ലാം നമുക്ക് അറിയാം. ഭൂരിപക്ഷം പേർക്ക് അതിന്റെ പേരാണ് പാപ്പാവർ സോമിനിഫറ. പാപ്പാവർ സോമിനിഫറ. അല്ല, നിങ്ങൾക്ക് കാണാൻ സ്പെല്ലിംഗ് കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ പറയണത് സ്ക്രീനിൽ കാണാം. അപ്പൊ ഞാൻ പ്രത്യേകിച്ച് സ്പെല്ലിംഗ് പറയേണ്ട കാര്യമില്ലല്ലോ. വേണ്ട. അത് പാപ്പാവർ സെമിനിഫറ. ഈ കടുകുമണി പോലെ നമ്മൾ കാണുന്ന ഒരു സാധനം നമ്മൾ വയ്ക്കണ്ടെങ്കിൽ പൊന്തി നമുക്ക് കഴിക്കാൻ കിട്ടുന്ന സംഭവമാണ്. അത് പോപ്പി സീഡാണെന്ന് പറയപ്പെടുന്ന, അതിനെക്കുറിച്ച് പല അഭിപ്രായങ്ങളുണ്ട്. എങ്കിലും തുളസിയുടെ വർഗത്തിൽപ്പെടുന്ന ചെടിയാണെന്നും പറയപ്പെടുന്നുണ്ട്. പോപ്പി സീഡിനും പറയും, പിന്നെ ചിയാ സീഡ് എന്ന്, അങ്ങനെ പലവിധ പേരിലത് ആണ് കൂടുതൽ ഉപയോഗിക്കുന്ന. കേൾക്കുന്നില്ല? കേൾക്കാം. ഏത് ഫുഡിനോടുകൂടി ഇത് ചേർക്കാവുന്ന സംഭവമാണ് ഫുഡ്. ഇത് മൗത്ത് അൾസറിന് നമുക്ക് പഞ്ചസാര ചേർത്ത് പറ്റിയ വളരെ ബെനിഫിറ്റ് കിട്ടുന്ന സംഭവം മൗത്ത് അൾസർ. മലബന്ധം ഒഴിവാക്കാൻ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള മരുന്ന്. ഉറക്കക്കുറവിന് നമുക്ക് ഉപയോഗിക്കാം. പഞ്ചസാര ചേർത്തോ, അതൊക്കെയാണ് സാധാരണ. നമ്മൾ ടിഞ്ചറുണ്ട്, അതിലേക്ക് നമുക്ക് ടിഞ്ചറിനെ ഉപയോഗിക്കാം. ഹൃദയാരോഗ്യത്തിന് വളരെ ഫലപ്രദമാണ്. കൊളസ്ട്രോൾ കുറയ്ക്കും. ഫാറ്റി ആസിഡ് ഉള്ളത് കൊണ്ട്, ഫാറ്റി ആസിഡ് കുറവായതുകൊണ്ട് തന്നെ ഹൃദയാഘാതം കുറയ്ക്കാനത് ഉപകരിക്കും. എല്ലുകൾക്ക് ഉള്ള കാൽസ്യം, ഫോസ്ഫറസ് എന്നിവ ഇതിൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് എല്ലുകളുടെ ബലത്തിന് വളരെ എഫക്റ്റീവാണ്. ആർത്രൈറ്റിസിന് എക്സ്റ്റേണൽ ആയിട്ട് ഉപയോഗിക്കാം. കണ്ണിന്റെ ആരോഗ്യത്തിന് വളരെ ഫലപ്രദമായിട്ട് കാണുന്നു. സ്കിൻ ഇൻഫ്ലമേഷൻ തടയും. കാൽസ്യം, അയൺ എന്നുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണെന്ന് പറഞ്ഞല്ലോ. അതിൽ സിങ്ക്, വൈറ്റമിൻ സി കൂടി അടങ്ങിയിട്ടുണ്ട്. BP കുറക്കാൻ ഉപയോഗിക്കാം. കിഡ്നി സ്റ്റോൺ തടയും. കാൽസ്യം ഓക്സലേറ്റിന് പ്രത്യേകിച്ച് ഇതിന്റെ കാര്യത്തിൽ സ്റ്റോണിൽ ഉപയോഗിക്കാവുന്നതാണ്. തലമുടിയുടെ ആരോഗ്യത്തിനും വളരെ ഫലപ്രദമാണ്. കാരണം സിങ്ക് അടങ്ങിയിട്ടുള്ളത്, മഗ്നീഷ്യം ഒക്കെ അടങ്ങിയുള്ള തലയുടെ ആരോഗ്യത്തിനും ഉപയോഗിക്കാം. താരനും അത് എക്സ്റ്റേണലായിട്ട് തൈരിൽ ചേർത്ത് പറ്റിയാൽ അത് താരനും വളരെ എഫക്റ്റീവാണ്.
സ്റ്റെറിലിറ്റിക്കും വളരെ എഫക്റ്റീവായിട്ട് അത് പറയപ്പെടുന്നു. ഇത് എനർജി ഡ്രിങ്ക് ആയിട്ട് നമുക്ക് കഴിക്കാം. തടി കുറയ്ക്കാൻ ഏറ്റവും എഫക്റ്റീവ്, തടി കുറയ്ക്കാൻ വളരെ എഫക്റ്റീവായിട്ട് കഴിക്കാവുന്നതാണ്. അത് 2 ഗ്ലാസ് വെള്ളത്തിൽ ചേർത്ത് നമ്മൾ കഴിച്ചാൽ മതി. ദഹനപ്രിയ കരുതപ്പെടുന്നു. പ്രമേഹം, BP, ആസ്മ എന്നിവയുടെ ട്രീറ്റ്മെന്റിനും ഇത് ഉപയോഗപ്പെടുത്താം. അസിഡിറ്റി, ഹാർട്ട്, നെഞ്ചരിച്ചൽ തടയും. ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ അളവ് നിയന്ത്രിക്കും. അൽഷിമേഴ്സിനും ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും എഫക്റ്റീവായിട്ട് ഇത് പറയുന്നു. അതാണ് ഈ കസ്കസിനെ കുറിച്ച് പറയാനുള്ളത്. അടുത്തത് വാൽനട്ട്. വാൽനട്ട് നമ്മൾക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു വസ്തുവാണല്ലോ വാൽനട്ട്. അത് കഴിക്കാത്തവരുണ്ടാവില്ല. എല്ലാവർക്കും അതിനെക്കുറിച്ച് വളരെ എഫക്റ്റീവ്. അതിന്റെ ഔഷധ ഗുണങ്ങളെ കുറിച്ച് നമ്മാരും അത്രയധികം ചിന്തിച്ചിട്ടുണ്ടാവണമെന്ന് തോന്നുന്നില്ല. നമ്മുടെ ജുഗുലാനസ് റീജിയ എന്നുള്ള മരുന്നാണ്. നമ്മൾ മൂക്കുരുവിനൊക്കെ ഇഷ്ടംപോലെ ഉപയോഗിച്ചിരുന്ന മരുന്നാണ് ജുഗുലാനസ് റീജിയ. സ്പെല്ലിംഗ് പറയേണ്ട JUGULNASREGI, ജുഗുലാനസ് ആണ് വാൽനട്ട് എന്ന് പറയുന്നത്. അത് അതിന്റെ വിത്ത് ഉണക്കി പൊടിച്ച് അതിന്റെ തോട് പൊട്ടിച്ച ശേഷം അതിന് കാണുന്ന തലച്ചോറ് പോലുള്ള ആകൃതിയിലുള്ള അതിന്റെ ബലമാണ് നമ്മൾ ഈ വാൽനട്ട് എന്ന് പറയപ്പെടുന്നത്. അത് ബ്രെയിനിന്റെ ഷേപ്പാണ് അതിനുള്ളത്, തലച്ചോറിന്റെ ഷേപ്പ്. അതുകൊണ്ട് തന്നെ ഒരു ഇംപ്രൂവ് ബ്രെയിൻ ഡെവലപ്മെന്റ്, അതാണ് അതിന്റെ ഏറ്റവും നല്ല ഔഷധ ഗുണം. ബ്രെയിൻ ഡെവലപ്മെന്റിന് അത് ഗുണം ചെയ്യും. സ്പേം കൗണ്ട് പുരുഷന്മാർക്കാൻ സ്പേം കൗണ്ട് ഇൻഫെർട്ടിലിറ്റി കേസിൽ ഉപയോഗിക്കാവുന്ന മരുന്നാണ്. സ്പേം കൗണ്ട് വർദ്ധിപ്പിക്കും. സ്പേമിന്റെ മോർട്ടാലിറ്റി വർദ്ധിപ്പിക്കും. ഡയബറ്റിക് കൺട്രോൾ ചെയ്യാം. ഒരു റിച്ച് സോഴ്സ് ഓഫ് ആന്റി ഓക്സിഡന്റ് ഉള്ള മഗ്നീഷ്യം, പറഞ്ഞ പോലെ മഗ്നീഷ്യം, പൊട്ടാസ്യം, അയൺ, സിങ്ക്, ഒമേഗ 3 ധാരാളം ഉള്ള ഒരു വസ്തു കൂടിയാണത്. റിച്ച് പ്രോട്ടീൻ വാൽനട്ട്. പിന്നെ നമ്മൾ അതിന്റെ ഔഷധ ഗുണം മുഖക്കുരുവിന്റെ പഴുത്ത മൂക്കുരു, ചുവന്ന തഴുത്ത് പഴുത്തിരിക്കുന്ന മൂക്കുരുവിന് ആണ് അതിന്റെ നമ്മൾ സ്കിന്നിലുള്ള ഇൻഡിക്കേഷൻ പറയുന്നത്. മൂക്കുരു പഴുത്ത് റോസ് ഇരിക്കുന്ന ആക്നെ റോസേസ്. പിന്നെ കഷത്തിലുണ്ടാകുന്ന ഗ്ലാൻഡുകൾക്കുണ്ടാകുന്ന ഇൻഫെക്ഷൻ, അത് ഏറ്റവും നല്ലൊരു മരുന്ന് കൂടിയാണ് ജുഗുലാനസ്. ഇതിന് വാൽനട്ട് ഉള്ളതാണെങ്കിൽ നമ്മൾ അത്രയധികം ശ്രദ്ധിക്കപ്പെടാത്ത പോയിട്ട് മരുന്ന് ആണ് ശ്രദ്ധയിൽപ്പെടുന്നത്. വാൽനട്ട് നമ്മളൊരു ജനറൽ ടോണിക് പൊതുവെ ഈ കൊളസ്ട്രോൾ കുറയ്ക്കാനൊക്കെ പൊതുവെ, അല്ലെങ്കിൽ പേൻ കൗണ്ട് കൂട്ടാനൊക്കെ പൊതുവെ ജനറലായിട്ട് ഉപയോഗിക്കപ്പെടുന്ന ഒരു മരുന്ന് തന്നെയാണ്. നമുക്ക് അതിന്റെ ടിഞ്ചർ നമുക്ക് ലഭ്യമാണ്. റീനൽ സ്റ്റോണിന്റെ ചികിത്സയിൽ നമ്മൾ പല മരുന്നുകൾ ഉപയോഗിക്കാൻ കാൽക്കേനിയ റീനാലിസ് നമുക്കറിയാം. പക്ഷെ അതിലും എഫക്റ്റീവ് ഈ നമ്മുടെ ഗാൾ ബ്ലാഡർ സ്റ്റോണിന് ഏറ്റവും, അല്ലെങ്കിൽ യൂറിക് ആസിഡിനും ഏറ്റവും എഫക്റ്റീവ് മരുന്നാണ് കാൽക്കുലെ ബിലിയറി. കാൽക്കുലെ റീനാലിസ് നമ്മൾ അധികം ഉപയോഗപ്പെടുന്നു. ഈ മരുന്ന് അത്ര പ്രചാരത്തിൽ അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയ വസ്തുവാണ്. This medicine indicated in the case of disorder of liver and gallbladder. Calculi biliary, BILLIARY. It helped to liquefy the concentration of bile. The purgative and prevent formation of bile sediment and stone, especially gallbladder, obstruction of bile tract and digestive disorder. എനിക്ക് തോന്നുന്നു ഈ ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസിനും കൂടി അത് ഫലപ്രദമാണെന്നും ഈ ഇൻഡിക്കേഷൻ കാൽക്കുലെ ബിലിയറി. മറ്റൊരു ഇൻഡിക്കേറ്റർ മരുന്നുകൂടി ഇതും നമുക്ക് ഉപയോഗിക്കാൻ ആവുന്നതാണ്. കാൽക്കുലെ ബിലിയറി, പോളിലിത്തിയാസിസ്, ഗോൾ ബ്ലാഡർ സ്റ്റോൺ അതിനെ ലിക്വിഫൈ ചെയ്യുന്നതിനും അത് എഫക്റ്റീവായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്.
കഴിഞ്ഞു. സ്കിൻ റീനൽ സ്റ്റോണിന്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ അധികം ശ്രദ്ധിക്കപ്പെടാതെ ഇപ്പൊ നമുക്ക് ഒരു കോമൺ മരുന്നിന് പുറമെ ഒരു നാട്ടുവൈദ്യത്തിൽ പൊതു പ്രയോഗത്തിലുള്ള ഒരു മരുന്നാണ്, ഇന്ന് പച്ചമരുന്നാണ് ഇലമുളച്ചി എന്നറിയപ്പെടുന്ന ചെടിയുടെ ഇല. അതിന്റെ 7 ഇല 7 ദിവസം കഴിച്ചാൽ കല്ല് പോകുന്നതാണ് അനുഭവസ്ഥർ അറിയപ്പെടുന്നത്. അതിന്റെ ടിഞ്ചർ നമുക്ക് അവയിലാണ് ബ്രയോഫൈലം, BRYOPHYLLUM, ഇലമുളച്ചി. പണ്ട് സ്കൂൾ വിദ്യാർത്ഥികൾ പാഠപുസ്തകത്തിൽ ഇത് ഇലകൾ വെച്ച് കളിച്ചുകൊണ്ട് കിടക്കാൻ ഇല വളരുന്നു അങ്ങനെ സങ്കല്പം കൊണ്ട് ഒരു കളിച്ച് കൊണ്ട് കിടന്നിരുന്ന ഒരു ഇലയും കൂടിയാണ് ബ്രയോഫൈലം. സ്ക്രീൻ മൂവ് ചെയ്യുന്നില്ലേ? ഇല്ലില്ല, Hello, അതങ്ങനെ എന്താണ്? താഴോട്ടാക്കണം, ജഡാമന്തി നിൽക്കുന്ന താഴോട്ടാക്കണം. സ്ക്രോൾ ചെയ്യാനാണോ? ഓക്കെ. അതെ അതെ അതെ. ശരി. ആയാ സാറേ? ആയിക്കൊണ്ട് വന്നു. ശരി, ഓക്കെ. ഈ ബ്രയോഫൈലം ഞാനിത് മരുന്ന് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ കാര്യമായിട്ട് അത് കൊടുത്തു നോക്കില്ല. അടുത്ത കാലത്ത് ഡോക്ടർ ചന്ദ്രമിതി ഡോക്ടർ പറഞ്ഞപ്പോഴാണ് അതിന്റെ എഫക്ട് എനിക്ക് കൂടുതൽ മനസ്സിലായത്. ചന്ദ്രമിതി ഡോക്ടർ വളരെ 3 സെന്റിമീറ്റർ കല്ല് വരെ ഇത് കൊടുത്ത് മാറ്റിയെന്നുള്ള ഒരു അനുഭവം കൂടി സാക്ഷ്യപ്പെടുന്നു. അപ്പോൾ ചന്ദ്രമിതി ഡോക്ടർക്കും ഈ മരുന്നിന്റെ അറിവിലേക്കായി നന്ദി രേഖപ്പെടുത്തിക്കൊള്ളു. ബ്രയോഫൈലം നേരത്തെ പറഞ്ഞപ്പോ കഷ്ടത്തില് ഇത് കഴിഞ്ഞിട്ട് ബ്രയോഫൈലം കഴിഞ്ഞു. കഷ്ടത്തിലെ ഗുരുവിനെ കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു പോകാൻ വിട്ടുപോയാലും പറഞ്ഞ ഇലാപ് സ്കോറും അങ്ങനെ കഷ്ടത്തിലുള്ള സ്കിൻ കംപ്ലൈന്റിനും ഗ്ലാൻസിൻ സെപ്പറേഷനും എഫക്റ്റീവ് ആണ്. അത് 8 അടി മൂർഖൻ എന്ന് പറയുന്നത് നമുക്ക് പാമ്പും വിഷം നമ്മൾ നാജ അങ്ങനെയുള്ള മരുന്നുകൾ ധാരാളം ഉപയോഗിക്കാനുള്ള ഈ ഇലാപ് സ്കോർ അത്ര ശ്രദ്ധിക്കപ്പെടാതെ പ്രോട്ടാലസ് ഒക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ടെങ്കിലും ഇലാപ് സ്കോർ നമ്മൾ അത്രയും ശ്രദ്ധിക്കപ്പെടാത്തൊരു മരുന്നാണ്. പച്ച നിറത്തിലുള്ള ഒരു ഡിസ്ചാർജാണ് മൂക്കിയെന്നും കഫത്തിനും ഉണ്ടാവും. അതിന്റെ പ്രത്യേക പച്ച നിറത്തിലുള്ള. പിന്നെ ഏറ്റവും രസകരമായ സിംറ്റം ഫിയർ ഓഫ് റെയിൻ. മഴനെ കുറിച്ച് എപ്പോഴും വേവലാതിപ്പെട്ടുകൊണ്ടിരിക്കുക എന്നുള്ളൊരു സംഭവം അതിനുണ്ട്. ഇലാപ് സ്കോർ, ഫിയർ ഓഫ് റെയിൻ. ചിലപ്പോൾ ഇത് വേറെ സിംറ്റംസ് കിട്ടില്ല. ഇത് കൂടുതലായി തണ്ടർസ്റ്റോം വെയിലിനെ കുറിച്ച് നമ്മൾ വളരെ അറിയാം. ഫിയർ ഓഫ് റെയിൻ മരുന്നും കൂടിയാണ് ഇലാപ് സ്കോർ. പിന്നെ ഈ പോളിഗോണത്തിനെ കുറിച്ച് നമുക്കറിയാം. അതിനകത്ത് പോളിഗോണം പങ്ക്ചേറ്റം നമ്മളറിയാം. അതിന് 3 ടൈപ്പ് ഉണ്ട്. നമ്മൾ പോളിഗോണം ഒറ്റയ്ക്ക് പറയാം. 3 വെറൈറ്റി മെഡിസിൻ അതിനകത്ത് പറയാം. പോളിഗോണം മെയിൻ ഹെഡിങ് ആയിട്ടുള്ളത് പോളിഗോണം പങ്ക്ചേറ്റമാണ്. അതിന്റെ ഇൻഡിക്കേഷൻ പറയുന്നത് മെറ്ററോജിയ ആൻഡ് മെനറോജിയ ഇൻ യങ് ഗേൾസ്, സൂപ്പർഫിഷ്യൽ അൾസേഴ്സ്, മെനോപോസൽ പീരീഡിലുള്ള ബുദ്ധിമുട്ടുകൾ, വെരിക്കോസ് അൾസർ, ഇതൊക്കെയാണ് ഈ പോളിഗോണം പങ്ക്ചേറ്റം പറയുന്നത്. അതുകൊണ്ട് പോളിഗോണം പെരിസ്കേറിയ, PRSICARIA, പോളിഗോണം പെരിസ്കാറിയ. അത് റീനൽ കാൽക്കുലം ആൻഡ് കാൽക്കുലൈ തന്നെയാണ് അതിന്റെ മെയിൻ മെഡിസിൻ തന്നെയാണ് അതിൽ പറയുന്നത്. ഗാംഗ്രീൻ. മൂന്നാമത്തേന് പോളിഗോണിയം സജിറ്റേറ്റം, നെഫ്രൈറ്റിസ് കോളിക്, സപ്പറേറ്റീവ് നെഫ്രൈറ്റിസ്, പെയിൻ അലോങ് സ്പൈൻ. ഇതാണ് പ്രധാനമായിട്ട് നെഫ്രൈറ്റിസിന്റെ കേസിലും സപ്പറേറ്റീവ് നെഫ്രൈറ്റിസിന്റെ കേസിലും ഉപയോഗിക്കാവുന്ന മരുന്നാണ് പോളിഗോൺ സജിറ്റേറ്റം. അപ്പോൾ 3 മരുന്നുകൾ ശ്രദ്ധിക്കും. അഞ്ചാമത്തെ മരുന്ന് ഗുറാന, GUARAN, ഗുറാന. മൈഗ്രെയിനെ അഫക്റ്റ് ചെയ്തിട്ടുള്ള മരുന്ന് മൈഗ്രെയിൻ. കൂടുതൽ ലക്ഷണങ്ങളൊന്നും പറയാം. മൈഗ്രെയിൻ, സിക്ക് ഹെഡേക്ക്, മൈൽഡ് ഡിപ്രഷൻ, ബൂസ്റ്റിംഗ് എനർജി, സിവിയർ ഡയേറിയ, സ്പെർമറ്റോജനിക് പ്രോപ്പർട്ടി, അങ്ങനെ സിംറ്റം മാത്രം. മൈഗ്രെയിന് നമുക്കൊരു സ്പെസിഫിക് ആയിട്ട് മരുന്ന് കൊടുക്കാവുന്ന രീതിയിലാണ് അത് പറയുന്നത്. ഗുറാൻ, GUARAN. അല്പം കൂടെ സ്ക്രോൾ ചെയ്യണേ, മോളോട്ടാ സ്ക്രോൾ ചെയ്യാൻ സ്ക്രീൻ സ്വല്പം കൂടെ.
ഇപ്പം ഡ്രയോ ഫയലിൽ നിൽക്കുന്നേ ഉള്ളൂ. ഹലോ, എങ്ങോട്ടാണ് ചെയ്യേണ്ടത്? അടിയിലേക്കാണ്. അങ്ങോട്ട് നിക്കട്ടെ, മാറിയിട്ടുണ്ട്. ഇത് ഡ്രയോ ഫയലിൽ നിൽക്കുന്ന സാറേ. ഇലമുളച്ചി വരെ 8 അടി മൂർഖൻ അതും കഴിഞ്ഞായിരുന്നു. അല്ല, ലാസ്റ്റ് ജഡാമഞ്ചിയാണ് ഞാൻ എടുത്തു. നാർഡോ സാർ ഈ ഓർഡറിലല്ലേ പറയുന്നത്? ഇപ്പൊ ജഡാമഞ്ചി ഇന്ന് വരാത്ത കൂടിയാണ്. ആറ് ഓർഡറിലല്ല പറയുന്നത്. ആണ് പറ്റിയത്. നമ്മളായ ഓർഡർ തെറ്റ് ചെയ്തു. നാർഡോ ജഡാമഞ്ചിയല്ലേ പറഞ്ഞു. നോട്ട് പറയൂ. ജഡാമഞ്ചി. പിന്നെ സ്പെല്ലിംഗ് കുറച്ച് കട്ടിയ. നാർഡോ കിട്ടിയല്ലോ. നാർഡോ ടൈറ്റിസ് ഗ്രാനിഫോളിയ സ്പെല്ലിംഗ് കിട്ടിയിട്ടുണ്ടല്ലോ. സ്പെല്ലിംഗ് മനസ്സിലാവുമല്ലോ അതിന്റെ. ഓക്കെ. സെറിബ്രൽ സ്കീമിയ, അത് മലയാളത്തിൽ പറയുന്ന ജഡാമഞ്ചി. നാർഡോ ടൈറ്റിസ് ഗ്രാനിഫോളിയ എന്നാണ് അതിന്റെ പേര്. സെറിബ്രൽ സ്കീമിയ, എപ്പിലെപ്സി, ഒരു നെർവസ് ടോണിക് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ലിവർ ഡാമേജിനും, വെർട്ടിഗോ, ഹിസ്റ്റീരിയ, മെന്റൽ വീക്ക്നെസ്, സ്ലീപ്പ് ഇൻഡ്യൂസ് ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാം. ഒരു വൂണ്ട് ഹീലിങ്ങിനുള്ള പ്രോപ്പർട്ടി ഉണ്ട്. സ്കിൻ സംരക്ഷണത്തിന്, ആന്റി വ്രിങ്കിൾ, മുഖത്തെ ചുളിവുകൾ കുറയ്ക്കാനായിട്ട് അത് ഉപയോഗിക്കാം. ടെക്സ്റ്റൈൽ സൗന്ദര്യ വസ്തുക്കളിലൊക്കെ ചേർക്കുന്ന വസ്തുക്കളാണ്. ഹെയർ ലോസിന് ഉപയോഗിക്കാം. ഇമ്പോർട്ടൻസി, ഡിസ്മിനോറിയ, യൂട്രസ് ക്ലീനിങ് ഓഫ് യൂട്രസ്, എൻഡ്രോമെട്രിയോസിസ്, ആന്റിസെപ്റ്റേറ്റിക് പ്രോപ്പർട്ടി ഉള്ളതാണ്. കാർബണേറ്റീവ് ആണ്. ഉറക്കം ട്രാങ്കുലൈസർ ആണ്. സെഡേറ്റീവ് ആണ്. ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉണ്ട്. ആന്റി സ്പാസ്മോഡിക് പ്രോപ്പർട്ടി. പ്രൊമോട്ട് ഹെയർ ഗ്രോത്ത്, BP കുറയ്ക്കാൻ നമുക്ക് ഉപയോഗിക്കും. സ്കിന്നിന്റെ കോംപ്ലക്ഷൻ നന്നായിട്ട് വർദ്ധിപ്പിക്കാൻ, ഭംഗിയാക്കാൻ അത് നാച്ചുറൽ റെമഡിയാണ്. മുഖത്ത് ശരീരത്തിലെ ചുളിവുകൾ വർദ്ധിച്ചുള്ള ചുളിവുകൾ ഉപയോഗിക്കാൻ അതിൻ്റെയുള്ള ഉപയോഗപ്പെടുത്താവുന്ന ഒരു മരുന്ന് കൂടിയാണ് നാർഡോ സ്റ്റേറ്റ്. അടുത്തത് മരുന്നാണ് സിസിലോപീനിയ ബോണ്ടുലേസ. ഇതിലേക്ക് പറയേണ്ട കാര്യമില്ല, വ്യക്തമായി കാണുന്നുണ്ടല്ലോ അല്ലെ. കഴഞ്ചി കാണുന്നില്ലേ? ഹലോ, ശബ്ദം പോയോ? കേൾക്കുന്നില്ലേ സർ? കഴഞ്ചി ഇത് ഓർത്തിരിക്കാനുള്ള എളുപ്പവഴി ഞാൻ പറഞ്ഞുതരാം. കാരണം നമ്മൾ ആയുർവേദക്കാർ ഉപയോഗിക്കുന്ന അളവ് പോലാണ് കഴഞ്ചി. ഇതെങ്ങനെ വന്നെന്ന് ആലോചിച്ചാൽ, ഈ കഴഞ്ചി വിത്തിന്റെ കായുടെ വെയിറ്റ് ആണ് ഒരു കഴഞ്ചി. അതാണ് എന്റെ ഓർത്തിരിക്കാൻ. നമ്മൾ ആയുർവേദക്കാർ ഒരു കഴഞ്ചി മരുന്ന്, നമുക്കൊരു പാട്ട് തന്നെ ഉണ്ടല്ല, ഒലക്ക നീക്കി കാര് നീക്കി അരക്കഴഞ്ചി എന്നൊക്കെ പണ്ടൊരു തമാശ പാട്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് സിനിമയിൽ. അപ്പൊ അതിന്റെ ഈ കഴഞ്ചി കട്ടിയുള്ള തോടോടുകൂടിയുള്ള ഒരു ഇതാണ്. അത് തല്ലിപ്പൊളിച്ച് അതിന്റെ ഉള്ളിൽ ഉണ്ടാവുന്ന ഒരു കുരു, അതിന്റെ വെയിറ്റ് ആണ് ഒരു കഴഞ്ചി. അത് ഓർത്താൽ നമ്മൾ ഈ കഴഞ്ചിനെ വിട്ടുപോകാൻ ഒരിക്കലും. അത് ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്ക് അത് കേട്ടിട്ടുണ്ടാവും എനിക്ക് തോന്നില്ല, കഴഞ്ചെന്നറിയാൻ വഴി. അപ്പൊ ഒരു കഴഞ്ചി എന്ന് പറഞ്ഞാൽ 4 മില്ലിഗ്രാം എന്തൊക്കെയാണ് എന്റെ ഓർമ്മ. ഈ ഗൈനക്കോളജി ഫീൽഡിലാണ് അതിന്റെ ഏറ്റവും സവിശേഷമായ ആക്ഷൻ. പഴയകാലത്ത് വന്ധ്യതാ ക്ലിനിക്കിലൊക്കെ വ്യാപകമായി എന്റെ ഒരു പൊടിച്ച് പാൽ ചേർത്ത് വളരെ നല്ല റിസൾട്ട് കിട്ടിയതായിട്ട് പറയാം. PCOD, ഫൈബ്രോയിഡ്, ഈ കാര്യങ്ങൾ ഗൈനക്കോളജി ഫീൽഡിൽ സ്ഥിരോചികിത്സയ്ക്കായിട്ട് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഫൈബ്രോയിഡ്, PCOD, വന്ധ്യത,
ബാക്ക് ഏക്ക്, മലേറിയ, മോണരോഗങ്ങൾ, പൈൽസ്, ലൂക്കോറിയ, ഇതിനും വളരെ എഫക്റ്റീവായിട്ട് കാണുന്ന ഒന്നാണ് കളഞ്ചി. പിന്നെ ഇതിൽ PCOD, എൻഡ്രോമെട്രിയറ്റിസ് വളരെ എഫക്റ്റീവ്. ഇത് ആയുർവേദ കടകളിൽ വളരെ വളരെ വിലക്കുറഞ്ഞുള്ളൊരു 1 കിലോന് 60 രൂപയ്ക്ക് വിലയുള്ളത് ഈ സാധനത്തിന്. ഇറഗുലർ മെൻസസ്, മുടി കൊഴിച്ചിലിനും വളരെ എഫക്റ്റീവാണ്. സ്ത്രീ വർദ്ധിതയിലാണ് എൻ്റെ കൂടുതൽ എഫക്റ്റീവ്നെസ് പറയുന്നത്. ഇതിന്റെ എണ്ണ ഒരു ഔഷധമായിട്ട് ഉപയോഗിക്കാറുണ്ട്, എക്സ്റ്റേണലായിട്ട്. ഹാർമോൺ ലെവൽ കൺട്രോൾ ചെയ്യാൻ അത് ഉപകരിക്കും. പിന്നെ ഒരു സ്കിന്നിൽ ആന്റി ബാക്ടീരിയൻ്റെ ആണ്. ക്രോണിക് അൾസറിന് എക്സ്റ്റേണലായിട്ട് ഉപയോഗിക്കാം. ഡയോറിയ കൺട്രോൾ ചെയ്യാം. ഓർച്ചൈറ്റിസിന് വളരെ എഫക്റ്റീവ്. പഴയ കാലത്ത് കുഷ്ഠത്തിന് വരെ ഈ ഔഷധം ഉപയോഗിച്ചിരുന്നു. ഹെമിപ്ലേജിയ, ക്ഷയം, ആർത്രൈറ്റിസ്, അങ്ങനെ അസൈറ്റിസിനും വളരെ എഫക്റ്റീവായിട്ട്. തമിഴ്നാട്ടിലാണ് ഇത് കൂടുതൽ വ്യാപകമായിട്ട് ഇത് ഉണക്കി പൊടിച്ചവർ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തീവ്ര ഔഷധമാണ് ഇതിൽ ഈ കളഞ്ചി. ഇതിന്റെ ടിഞ്ചർ നമുക്ക് അവൈലബിൾ ആണ്. ഈ ഗൈനക്കോളജി ഫീൽഡിൽ വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിച്ച് നോക്കുക. ഇതിന്റെ സാധാരണ ഒരു മരുന്നാണ് ചായ. നമുക്കെല്ലാം പ്രത്യേകിച്ച് പറയേണ്ട കാര്യം തീയ. അതിന്റെ ഒരു ശ്രദ്ധിക്കപ്പെടാത്ത പോയൊരു കാര്യം മാത്രം ഞാൻ പറഞ്ഞു പോവാം. ലയബിലിറ്റി ടു ഹെർണിയ. പല പ്രാവശ്യം ഓപ്പറേഷൻ ചെയ്ത് പിന്നെയും വരും. അങ്ങനെ ഹെർണിയ ഉണ്ടാക്കാനുള്ള ഒരു ടെൻഡൻസിയുള്ള ഒഴിവാക്കാനുള്ള മരുന്നാണ് തീയ, THA. പിന്നെ നെർവസ് സ്ലീപ്നെസ്സും പാൽപിറ്റേഷൻ, ഇതൊക്കെയാണ് പറയുന്നത്. പിന്നെ പണ്ട് ഈ ജയകുമാർ ഡോക്ടറിനാണെങ്കിൽ പണ്ട് ഈ തീയ കൊടുത്ത് നമ്മള് സ്കിൻ ടാഗിന് കൊടുക്കാൻ അങ്ങനെ ഉപദേശിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് റിസൾട്ടിനെ കുറിച്ച് അറിയില്ല. അങ്ങനെ പറഞ്ഞതായിട്ട് ഞാൻ നോക്കുന്നുണ്ട്. തീയ സ്കിൻ ടാഗിന്, അത് എനിക്കത് അനുഭവമില്ല. അങ്ങനെ പറഞ്ഞതായിട്ടുള്ള ഒരു പിന്നെ കിളിതീനിപ്പഞ്ഞി ഞാൻ പറഞ്ഞില്ലേ, സെലസ്റ്റീനിയ പാനിക്കുലേറ്റ ഞാൻ പറഞ്ഞില്ലല്ലേ, ഓർഡർ തെറ്റിയതിന്റെ പോലെ. കിളിതീനിപ്പഞ്ഞി പറഞ്ഞില്ല. ഇല്ല, ഹലോ കേൾക്കുന്നില്ലേ? സെലസ്റ്റീനിയ പാനിക്കുലേറ്റ അത് സ്ക്രീനിൽ കാണുന്നുണ്ട്. കാണുന്നുണ്ട്. ചെറുപിന്ന പാലുഴവും ജ്യോതിഷ്മതി എന്ന പേരിൽ കാണുന്നതാണ്. നിഗൂഢ വനങ്ങളിൽ കാണുന്ന ഒരു ഔഷധമാണ്. അതിന് ഇന്റലക്ച്വൽ ട്രീ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. ഇന്റലക്ച്വൽ ട്രീ. അതുകൊണ്ട് തന്നെ അത് ബുദ്ധി ശക്തി കൂട്ടാനും, അതായത് ഇന്റലക്ച്വൽ കപ്പാസിറ്റി കൂട്ടാനും അത് വളരെ എഫക്റ്റീവ് ആയിട്ടാണ് അത് പറയപ്പെടുന്നത്. ബുദ്ധിശക്തി, ഓർമ്മശക്തി, മാനസിക പിരിമുറുക്കം, ഉറക്കം എന്നിവ വർദ്ധിപ്പിക്കുക. അൽഷിമേഴ്സ് പോലുള്ള കാര്യങ്ങളിൽ ഉപയോഗിക്കാം. ആങ്സൈറ്റി ന്യൂറോസിസ്, OCD, ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ, മെനപ്പോസിൽ ഉണ്ടാകുന്ന വിഷാദ രോഗങ്ങൾ, ലഹരിക്കടിമപ്പെട്ടവരുടെ അഡിക്ഷനുള്ള ബുദ്ധിമുട്ടുകൾ, ആങ്സൈറ്റി ഡിസോർഡറൊക്കെ എഫക്റ്റീവാണ്. ഇതിന്റെ അരിയൊക്കെയാണ് പണ്ട് ഉപയോഗിച്ചിരുന്നത്. നമ്മൾ ടിഞ്ചറിൽ എന്തുമാത്രം അതിന്റെ ഈ മരുന്നൊക്കെ ഇവിടെ ടിഞ്ചറാണോ ചെടിയാണോ ഏത് ഭാഗമാണോ ഉപയോഗിക്കുന്നത് നമുക്കൊന്നും നിശ്ചയമില്ല കേട്ടോ. സൈക്കാട്രി ഫീൽഡിലാണ് ഇതിന്റെ ഏറ്റവും സെലസ്റ്റീനിയ പാനിക്കുലേറ്റ. മെന്റൽ ഡിസോർഡർ. ഇതിന്റെ എണ്ണ 2 തരത്തിലുണ്ട്. മഞ്ഞ നിറത്തി ആവി കയറ്റി പുഴുങ്ങുന്ന എണ്ണയ്ക്ക് മഞ്ഞ നിറവും സാധാരണ എണ്ണ വളരെ എഫക്റ്റീവ്, വളരെ കോസ്റ്റ്ലിയും കൂടിയാണ്. അതൊരു 10 ml 500 രൂപയെങ്കിലും വില വരുന്നതാണ് പറഞ്ഞത് ഈ സാധനം, ഈ എണ്ണയ്ക്ക്. അത് സിയാറ്റിക്ക അങ്ങനെയുള്ള കണ്ടീഷനിലൊക്കെ അത് ഉപയോഗിക്കാവുന്ന എണ്ണ. വളരെ കോസ്റ്റ്ലി ആണ് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെ കയ്പുള്ള മരുന്ന് കൂടിയാണിത്. മസ്കുലാർ ഡിസ്ട്രോഫി, ഓട്ടോഇമ്യൂൺ ഡിസീസ്. കറുത്ത എണ്ണയാണ് ആർത്രൈറ്റിസിന് പറയുന്നത്. അതൊക്കെ മാർക്കറ്റിൽ കിട്ടും. അത് സാധാരണ കോസ്റ്റ്ലി ആയതിൻ്റെ അധികം പേർക്ക് അത് ഉപയോഗിക്കാനുള്ള പ്രാപ്തി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പൊതുമരുന്നുകളും പറഞ്ഞ് അവസാനിപ്പിക്കാം. ഏലം വെർബാന H,
ഇതേപോലെ എപ്പിലെപ്സി ഉള്ള ആൾക്കാർക്ക് ഡ്രഗ് കഴിച്ചിട്ടുണ്ടാകുന്ന ഒരു കൺവൽഷൻ അല്ലെങ്കിൽ ഈ ബുദ്ധി ശക്തി കുറയുന്നവർക്ക് ടെൻഡൻസി ഉണ്ട്. വെർബാന എപ്പിലെപ്സിക്ക് സ്ഥിരം പഴയ കാലത്ത് ഫെബ്രൈൽ ഫിറ്റ്സ് വന്നാൽ പോലും ഈ ഫിനോവാർപ്പിൻ കൊടുക്കുന്ന ടെൻഡൻസി ഉണ്ടായിരുന്നു. ഇപ്പൊ അത് കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പൊ എപ്പിലെപ്സി സ്ഥിരം മരുന്ന് കഴിച്ച് പഠന വൈകല്യം അങ്ങനെ പ്രശ്നം ഉണ്ടാക്കാവുന്ന വെർബാന എന്നുള്ള മരുന്നാണ്. വെർബാന ഈ പറഞ്ഞ പോലെ ഞാൻ അടുത്ത കാലത്ത് ഉപയോഗിച്ചിരുന്ന മരുന്നാണ്. എൻ്റെ ഒരു ബന്ധു ഒരു മോട്ടോർ സൈക്കിൾ ആക്സിഡന്റിൽ പെട്ടു, ഹെഡ് ഇഞ്ചുറി വന്ന് അബോധാവസ്ഥയിലായിരുന്നു. ഹോസ്പിറ്റലിൽ വന്നതിന് ശേഷം പുള്ളി മെന്റൽ സ്റ്റേറ്റ് ആകെ ബുദ്ധിമുട്ടിലായി. ഓർമ്മക്കുറവും സംസാരത്തിലുള്ള ശേഷിയൊക്കെ നഷ്ടപ്പെട്ടു. ഇപ്പൊ ആദ്യം ഹോസ്പിറ്റലിൽ നിന്നുള്ള മരുന്നിന് ശേഷം ഞാൻ സിക്കൂട്ട കുറെ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ നാട്രൻ സൾഫ് അതുകൂടി ഈ വെർബാനയുടെ കൂടി ടിഞ്ചർ കൂടെ കൊടുത്തത്. വെർബാന നമ്മൾ ബോറിക്കിൽ വലിയ അക്ഷരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് ശ്രദ്ധിക്കപ്പെടാതെ. അതും എനിക്ക് നിർദ്ദേശിച്ചത് ഡോക്ടർ ചന്ദ്രമതി ഡോക്ടർ തന്നെയാണ്. അതും അതുകൊണ്ടാണ് ഞാൻ ശ്രദ്ധിച്ചത്. വെർബാന ശ്രദ്ധിക്കപ്പെടാതെ വളരെ അഫക്റ്റീവ് ആയിട്ട് പുള്ളി 2 ആഴ്ച കഴിച്ചപ്പോഴും വളരെ നോർമലായി. സാധാരണ സംസാരശേഷി തിരിച്ചു കിട്ടി കാര്യങ്ങളൊക്കെ ഭംഗി ചെയ്തു തുടങ്ങി. ആ ഒരു കേസ് കൂടി ഞാനിവിടെ പറഞ്ഞുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഏതായാലും ഈ 1000 ഒരു കാര്യം ഞാൻ പറഞ്ഞ നമ്മളെ അടുത്ത എനിക്ക് ഒരു നെഗറ്റീവായിട്ട് പറഞ്ഞാണെങ്കിലും നമ്മുടെ ഒരു സുഹൃത്തല്ല ഒരു എവിടെ വെച്ചാ പറഞ്ഞെന്ന് ഞാൻ പറഞ്ഞില്ല. നമ്മള് ഒരു BHMS സിലബസിന് കൊടുക്കുന്നതിൽ കൂടുതൽ കാര്യങ്ങൾ 1000 ക്ലാസ് കൊണ്ട് ഇവർ കൊടുത്തു. അതൊരു നെഗറ്റീവായിട്ട് അവർ പറഞ്ഞാണെങ്കിൽ അത് പോസിറ്റീവായിട്ട് തന്നെ ഞാൻ എടുക്കണം. BHMS സിലബസിൽ കൊടുക്കുന്ന ക്ലാസ്സിൽ കൂടുതൽ നമ്മൾ കൊടുക്കുന്നു. അതാണ് ഇതിന്റെ ദോഷവശമായിട്ട് പറഞ്ഞത്. ആ കാര്യം ഞാനിവിടെ ബോധ്യപ്പെടുത്തി അവസാനിപ്പിക്കാം. എല്ലാവർക്കും നന്ദി സർ. അത് സംശയമുണ്ടോ? ഇവിടെ നമ്മളെ ഏറ്റവും നല്ല ക്ലാസ്സുകളല്ലേ ഇവിടെ നടക്കുന്നത്. ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ഏറ്റവും നല്ല എല്ലാവരും പഠിച്ച് നല്ല വർക്ക് ചെയ്തിട്ടല്ലേ വരുന്നത്. സാറ് പറയുന്നത് 100% ശരിയാണ്. സാറ് ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ സാറേ, ഈ മറ്റേ ടിയ അത് എൻ്റെ ഈ ഹെർണിയയ്ക്ക് അത് എത്രമാത്രം എഫക്റ്റീവാണ്? സ്ഥിരമായിട്ട് വരുന്ന ടെൻഡൻസി ഉള്ളവർക്കാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ലയബിലി ഇപ്പോഴിങ്ങനെ സ്ഥിരം വരാനുള്ള ടെൻഡൻസി ഉള്ളവർക്ക് പിന്നെ ഈ കാൽക്കുലൈ അത് ആ മരുന്നുണ്ടല്ലോ, അതെ അതും എങ്ങനെയാണ് സാറ് ഉപയോഗിച്ച് അനുഭവം തന്നെ? പിന്നെ പ്രയോഫൈലം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇലമുളച്ചി. ഏതായിരുന്നാലും 10 മണിക്ക് നമുക്ക് വൈൻഡപ്പ് ചെയ്യണം. അപ്പൊ അത്യാവശ്യമുള്ളൊരു ഹാൻഡ് റൈസ് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാനുണ്ടെങ്കിൽ സാറിനോട് ചോദിക്കാം. ഇതിന്റെയൊക്കെ പൊട്ടൻസി എങ്ങനെയാണ് ഈ പറഞ്ഞ എല്ലാം തന്നെ? എന്താ പൊട്ടൻസി പൊതുവെ ഏത് പൊട്ടൻസി ഏതൊക്കെ ഉപയോഗിക്കുന്നത്? 3x ടിങ്കർ ആണ് കൂടുതൽ ഉപയോഗിച്ചത്. 3x ടിങ്കർ ആയിരിക്കും കൂടുതൽ സ്റ്റോൺ കേസിലൊക്കെ. കാൽക്കുലി ബിലിയറി അതൊക്കെ 200 to 1 പൊട്ടൻസി അവൈലബിൾ ആണ്. ഓക്കെ, എല്ലാ അവൈലബിൾ ആണോ സാർ? എല്ലാ കമ്പനിയിലും SBLന്റെ ഒക്കെ ഷാബിയുണ്ട്. ഷാബിയൊക്കെ ഉണ്ട്. മറ്റേ റയർമെന്റ് മറ്റേ ടിഞ്ചർ അധികം സെന്റ് ജോർജുകാരെ ഉണ്ടാവും.